അത് ശരി. കുട്ടി കുട്ടി ഓരോന്ന് ചോദിച്ചോണ്ടല്ലേ ഉള്ളതുള്ളതുപോലെ ഞാനങ്ങ് പറഞ്ഞു തന്നത്. പിന്നെ നിങ്ങൾ രണ്ടും സിംഗിൾ ആയത് എന്റെ കുഴപ്പമാണോ? ഒരിക്കലും അല്ല, എല്ലാം എന്റെ കുറ്റ. രണ്ടിനെയും കയറോടി വിട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ദൈവം അനുഗ്രഹം കൂടെ ചെയ്താൽ അധികം വൈകാതെ നമുക്ക് രണ്ടാൾക്കും ആരെങ്കിലുമൊക്കെ ആകാം. യു മീൻ അങ്കിൾ ആന്റി? യാ അത് തന്നെ. I am so excited. Finally നമ്മുടെ വീട്ടിലൊരു വാവ് വരാൻ പോകുന്നു. അവിടുന്ന് എനിക്ക് നാണം വരുന്നു. മണ്ടത്തരം പറയാതെ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? കെട്ടുന്നതിന് മുമ്പ് ഇവൾക്കൊരു കുഞ്ഞുണ്ടായ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന തുകല്. എന്റെ ദൈവമേ, ഒന്ന് ഓർത്തു നോക്കിക്കേ. എത്രയൊക്കെ ഫോർവേഡ് ആണെന്ന് പറഞ്ഞാലും ഇതൊന്നും ഈസി ആയിട്ട് നമ്മുടെ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യൂല. മനസ്സിലായോ? അയ്യോ, അതൊന്നും ശരിയാ. ആലവട്ടിൽ നിന്ന് പോകൂലേ? അതിനു മുമ്പ് ഇവരെ പിടിച്ചങ്ങ് കെട്ടിച്ചാലോ? വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് മടങ്ങി വരുമ്പോ കുഞ്ഞിനെ കൊടുക്കാം. അത് കൊള്ളാം, ഗുഡ് ഐഡിയ. അതെ, വല്ലാണ്ട് ഫോറസ്റ്റ് കയറണ്ട. ഇന്നലത്തേതിന്റെ ബാക്കിക്ക് ബേബി ഒന്നും വരില്ല. ആയുഷോ 200%. എന്നാ ഓക്കെ. അല്ലടി കാവ്യ, നിനക്കെന്താ ഫോണിൽ പണി? അതല്ലടാ, ഇവളുടെ വാവയ്ക്ക് എന്ത് പേരപ്പ ഇടാ? ഇൻ കേസ് ബേബി വരികയാണെങ്കിൽ ഡെലിവറി ടൈമിൽ നെയിം സെർച്ച് ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടൂല. എന്റെ പൊന്നു കാവ്യ, ഒന്ന് ചുമ്മാ ഇരി. ഏത് നേരത്താണാവോ ഇതുകൊണ്ട് ഇതൊക്കെ പറയാൻ തോന്നിയത്? പാറുമോളെ, ദൈവത്തെ ഓർത്ത് ഇനി ഇതുപോലെ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് ഞങ്ങളോട് വന്ന് പറയരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഞങ്ങളുടെ ഇന്നസെന്റ് സോൾ ഇതൊന്നും താങ്ങൂല, പ്ലീസ്. ഇവളിക്കാരും പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കും. പക്ഷേ ഭൂലോക ഫ്ലേർട്ടി ആയ നീ ഇന്നസെന്റ്, അക്കാര്യത്തിൽ എനിക്ക് സംശയ. അതുമല്ല, നീ ഒന്ന് മൂളിയ എന്ന് തീരും നിന്റെ സിംഗിൾ ലൈഫ്. ഒരാൾ നിനക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാ, അറിയാലോ? അതെ പെങ്ങന്മാരെ, നിങ്ങൾ രണ്ടും അവക്കെന്റെ ഇഷ്ടമാണെന്ന് വായിട്ടഴിച്ചിട്ട് ഒരു കാര്യമില്ല. കീർത്തിയായിട്ട് എന്നോട് വന്ന് പറയട്ടെ, അപ്പൊ ഡിസൈഡ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്നാ നിങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ടിരി, ഞാൻ എൻ്റെ ആമയെ ഒന്ന് കണ്ടിട്ട് വരാം. നീ എന്താടി എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? പിന്നെ ഈ ബോഡി ഷോ ഇനി അധികം വേണ്ട കേട്ടോ. എൻ്റെ മാത്രം പ്രോപ്പർട്ടി മറ്റുള്ളവർ കണ്ടാസ്വദിക്കുന്നത് എനിക്ക് അത്ര പിടിക്കുന്നില്ല. ഇത് മറ്റേ ലൈനാ, ജലസി. ആയിക്കോട്ടെ, ആണെന്ന് തന്നെ കൂട്ടിക്കും. പിന്നെ സ്റ്റോറി പറയുന്നവരോട് ആദ്യമേ തന്നെ പറഞ്ഞേക്ക്, കൂട്ടത്തി ലിപ്ലോ. അത് പറയാൻ ഒരിക്കലും മറക്കരുത്. ഒന്ന് പോയിടി. എന്റെ ഏതെങ്കിലും ഫിലിമിൽ നീ ലിപ്ലോക്ക് കണ്ടിട്ടുണ്ടോ? അതില്ല, ബട്ട് ഹീറോക്ക് അത് തോന്നിയാലും വേണ്ടാന്ന് ഇപ്പോഴേ പറഞ്ഞെന്ന് മാത്രം. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടോ മിസ്സിസ് ആരഫ്? എനിക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കണം. 1 by 1 ആയിട്ട് അറിയിക്കാം. ശരി മാഡം. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ വിളിച്ചില്ല വന്നില്ല എന്ന് പറഞ്ഞ് റിവെഞ്ചിൽ ഇറങ്ങി പുറപ്പെടണ്ട. ഓക്കെ? ഷെഡ്യൂൾ ടൈറ്റായ കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ. ശിവക്ക് കണക്കിന് കൊടുത്ത് പേടിപ്പിച്ച് നാട് കടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഹീറോ ഒട്ടും ജലസില്ലല്ലേ? പറയുന്ന നീ അത്ര മോശമൊന്നുമല്ല. ആരോ ഇസ് ടൈം. യാ, ഐ ആം കമ്മിങ്. ഓക്കെ പാറു, ടേക്ക് കെയർ. ലവ് യു.
സ്നേഹ, what a pleasant surprise. നിനക്കെന്ത് സർപ്രൈസ് ആരാഫ്? നീ കാരണം ബാക്കിയുള്ളവരല്ലേ ഡേ ബൈ ഡേ സർപ്രൈസ്ഡ് ആവുന്നത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആൻഡ് ഹൂ ഈസ് ഷീ? പേര് പബ്ലിക് ആക്കാതിരിക്കാൻ മാത്രം വലിയ സെലിബ്രിറ്റി ആണോ നിന്റെ ഗേൾ ഫ്രണ്ട്? ലുക്ക് സ്നേഹ, അതെന്റെ മാത്രം പേഴ്സണൽ വിഷയങ്ങളാണ്. യു ബെറ്റർ സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് മീ? നിന്നോട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾക്കൊന്നും വാല്യൂ ഇല്ലെന്നാണോ ഇതിന്റെയൊക്കെ അർത്ഥം? നീ ഒരാൾ കാരണം എന്റെ ലൈഫ് ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കായി കിടക്കുക. ഇതിനൊക്കെ ആര് സമാധാനം പറയൂ? സ്നേഹ, നീ ഇപ്പൊ പറഞ്ഞ നിന്റെ ലൈഫ് അതിങ്ങനെ കുഴഞ്ഞു മറിയാനുള്ള കാരണവും നീ തന്നെയാ. എന്നെ അതിന്റെ പങ്കാളിയാക്കാൻ ശ്രമിക്കണ്ട. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ബട്ട് ലിസൺ വൺ തിങ്. നീ എനിക്ക് വാക്ക് തന്നതിന്റെ പേരില്ല ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത്. ബട്ട് ഇതിൽ കൂടുതൽ എനിക്ക് ക്ഷമിക്കാനാവില്ല. ബെറ്റർ ടു ഫൈൻഡ് എ സൊല്യൂഷൻ സൂൺ. എല്ലാം കളഞ്ഞു തെളിയാതെ സ്നേഹ ഇവിടെ വിടില്ല. ഹേയ് ബ്രോ, എന്തായി? എന്താവാൻ, പറഞ്ഞ പടി വള്ളിക്കത്ത് ലാൻഡ് ചെയ്യുകയും ചെയ്തു, കാലിൽ ചുറ്റുകയും ചെയ്തു. ഐ ലൈക്ക് ദാറ്റ്. എന്നാ മോൻ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കേ. ഐ ആം ഗോയിങ്. ഷൂട്ട് തുടങ്ങി. ബൈ. എന്റെ അവസ്ഥ കണ്ട് ചിരിക്കാൻ വിളിച്ചതാ. നിനക്ക് ഞാൻ ശരിയാക്കി തരാടി. ഹേ ആരവ്, ഈ സേവിങ് ഓക്കെ? ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് വള്ളിക്കത്ത് കാലിൽ ചുറ്റിയില്ലേ, ഞങ്ങൾക്കുള്ള കാര്യത്തിൽ കുറച്ച് ഡൗട്ടുണ്ട്. നിനക്ക് നല്ലത് മാത്രം വരുത്താൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ. പോടാ. കഴിഞ്ഞ വർഷത്തെ അവാർഡ് നൈറ്റിൽ വെച്ച് തമ്മിൽ കണ്ടിട്ട് പിന്നീട് ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അവൾ ആഗ്രഹിച്ചത് നടക്കാതെ ഈ കെട്ടഴിയൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ അല്പം കളത്തിൽ തന്നെ ആയിക്കോട്ടെ. നീ ഇങ്ങനെ സാഡ് ആവാതെടുവോ? ഞങ്ങളൊക്കെ അല്ലേ നിന്റെ കൂടെ. തൽക്കാലം നീ നിന്റെ വീട്ടിലേക്ക് പോകണ്ട, ഞങ്ങളുടെ കൂടെ പോരെ. അതെ, ദാസപ്പൻ പറഞ്ഞതാ ശരി. അവിടെ ചെന്ന് നമുക്ക് എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. അവരെ നിന്നെ തേടി കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കെട്ട് ഞങ്ങൾ നടത്തിത്തരും. പോരെ? ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ തോന്നിയല്ലോ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവര് മൂന്നും പറഞ്ഞറിയാം. എന്നാലും മോള് ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞു. നിനക്ക് വേണ്ടി ദശനെ ആലോചിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. പക്ഷേ ഇങ്ങനെയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ആൻറ്റി, ഐ എം സോറി. അത് പിന്നെ ഇവൻ എന്നെ എപ്പോൾ കണ്ടാലും നന്നായിട്ട് ഫ്ലേർട്ട് ചെയ്യും. കൂടെ കഴിഞ്ഞപ്പോൾ അതുപോലെ ഞാനും തിരിച്ച് ചെയ്യാൻ തുടങ്ങി. അതാ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും നിങ്ങളുടെ പ്ലാനിങ് നടക്കട്ടെ. ദാസപ്പ, എന്താ നിന്റെ പ്ലാൻ? നമുക്ക് ഒട്ടും ടൈമില്ല. ഇന്നൊരു ദിവസം കൊണ്ട് ഇതെല്ലാം സെറ്റാക്കണം. ഇവളുടെ ഡാഡിയും മമ്മിയും ഏത് നിമിഷവും ഇങ്ങോട്ട് വരും. പ്ലാനൊക്കെ ചുമ്മാ സിമ്പിൾ. നീ ആദ്യം പോയിട്ട് നിന്റെ ആ തടയും ബോയ് ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യേ. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നതും കാത്തിരുന്ന നിന്റെ അപ്പനും അമ്മയും നിന്നെ വേറെ വല്ലതും പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. പക്ഷേ ഇതൊക്കെ എങ്ങനെയാ? ശരി, ഒരു റിഹേഴ്സൽ നോക്കാം. കറക്റ്റ് ഇതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. പിന്നീട് അവൾ ഒരിക്കലും നിന്നോട് നോ പറയില്ല. ഞാൻ ചെയ്യുന്നത് അതുപോലെ കണ്ടുപിടിച്ചോ. ഓക്കെ? ഇത്രയും നാൾ നമ്മുടെ സ്നേഹം നമുക്കിടയിൽ മാത്രം ഒതുങ്ങി. പക്ഷേ ഇനി മുതൽ എനിക്ക് നിന്റെയായി നിന്റെ കൂടെ ജീവിക്കണം. പരസ്പരം താങ്ങായും തണലായും എൻ്റെ ജീവിതാവസാനം വരെ മറ്റൊരാളെയും ഭയക്കാതെ നിന്റെ കൈകോർത്ത് പിടിച്ച് നടക്കാൻ, എൻ്റെ ജീവിതം നിന്റെ കൂടെ തീർക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. Will you marry me? Oh, Deshan. Yes, 1,000 times yes. എന്റെ ദാസപ്പ, ഇത് നീയോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ നിന്നോട് എസ് പറയാൻ
എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോടത് തുറന്ന് പറയാമായിരുന്നു ദേശൻ. ഐ ഹേറ്റ് യു ദ മോസ്റ്റ്. അപ്പൊ മോളെ, ദാസപ്പം പറഞ്ഞ പോലെ വള്ളി പുള്ളി വിടാതെ ഇതേ ഇമോഷൻസിൽ തന്നെ നീ പറയണം. അല്ല, അത് വേണ്ട, കുറച്ച് ഇമോഷൻ കൂട്ടി പറഞ്ഞു. അപ്പൊ നിന്റെ ചെക്കൻ ഫ്ലാറ്റ്. യെസ്, ഡൺ. അതെ, നീ നോക്കിക്കേ, അത് കീർത്തിയല്ലേ? അതെ, കീർത്തിയാ. പക്ഷേ അവള് കാലിഫോർണിയ അല്ലായിരുന്നു. അവളിപ്പോ തിരിച്ചെത്തി. ഐ ഡോണ്ട് നോ. നശിപ്പിച്ച്. ഈ പ്രൊപ്പോസലൊക്കെ കണ്ടിട്ട് അവളെ മിക്കവാറും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഓ മൈ ഗോഡ്, എല്ലാം മെസ്സായല്ലോ. നീ ഒന്ന് ചെല്ല്, എന്തെങ്കിലും പറഞ്ഞ് അവളെ തിരിച്ചു വിളിക്കേ. ഹലോ ബ്രോ, ഞങ്ങൾക്കല്ല, നിനക്ക് അവൾ ആവശ്യം. അതുകൊണ്ട് നീ തന്നെ അങ്ങ് ചെന്നോ. എന്നാ ശരി, ഞാൻ തന്നെ പൊയ്ക്കോളാം. ഏയ് കീർത്തി, കീർത്തി ഒന്ന് നിക്കണോ? എന്തായി? അവള് പോയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? സോറി ദർശൻ, ഞാൻ കാരണമല്ലേ ഇതൊക്കെ. ഏയ് ഇറ്റ്സ് ഓക്കേ ഡി, അതൊക്കെ ഞങ്ങൾ ശരിയാക്കി എടുത്തോളാം. മേഡം, എന്താണ് പുതിയ പ്രശ്നം? പുതിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്താനാണല്ലോ പൊന്നുമോള് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോകുന്നത്. അതെന്താടാ മുത്തേ ഒരു സന്തോഷമില്ലാത്തെ? ഞാൻ വന്നത് ഇഷ്ടായില്ലേ? പിന്നെ ഇഷ്ടാവാതെ? ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നീ വന്നെന്ന് അറിഞ്ഞ നിമിഷം ഫ്ലൈറ്റും പൊക്കി ഞാനിങ്ങ് പോന്നത്. അത് ചുമ്മാ നീ നിന്റെ ഏട്ടന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ ചോദിക്കാൻ നിൽക്കണം. ഉള്ളത് പോരാഞ്ഞിട്ട് പുതിയ എന്ത് ഒപ്പിക്കാനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? കഴിഞ്ഞ തവണത്തെ പോലെ അവന്റെ പിന്നാലെ നടന്ന് പണി വല്ലതും വരുത്തി വെച്ചാൽ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. അയ്യടാ, ഇപ്പൊ എനിക്ക് മാത്രമായി കുറ്റം. ആരോ എനിക്ക് വാക്ക് തന്നതാ. അവൻ മാത്രല്ല, നീയും പറഞ്ഞതല്ലേ അവനെ എനിക്ക് തരൂന്ന്. എന്നിട്ടിപ്പോ രണ്ടുപേരും കാലു മാറി. നിനക്കറിയോ, ആരവ് ലൈവിൽ വന്ന് പറഞ്ഞത് കേട്ട് ബാബ കാലി തുള്ളി നിൽക്കുക. ഒരു വിധത്തിലാ ഞാൻ ഇന്ന് ക്ഷമിപ്പിച്ചത്. ഇനിയും വൈകിച്ച എന്റെ മാരേജ് പ്രൊസീഡ് ചെയ്യും. എനിക്കത് നഷ്ടപ്പെടുത്താൻ വയ്യ കീർത്തി. ഏയ് സ്നേഹ, നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല. നീ ആരവിന്റെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്ക്. അതല്ല കീർത്തി, ബാബ ഇവിടേക്ക് വരുന്നുണ്ട്. അതും ആരവിനെയും ദാദിയെയും ഒരുമിച്ച് കാണാൻ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് വേണം. ബാബ ദാദിയെ കണ്ട എല്ലാം അവസാനിക്കും. ഒന്നും വരില്ല, നീ വിഷമിക്കുകയും വേണ്ട. അങ്കിൾ വരുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കും. നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നടക്കുകയും ചെയ്യും. ആരവ്, ഐ ട്രസ്റ്റ് യു. ഈ ലോകത്ത് എനിക്ക് എന്നേക്കാളും മറ്റാരേക്കാളും നിന്നെയാണ് വിശ്വാസം. താങ്ക് യു ബേബി, താങ്ക് യു സോ മച്ച്. ലവ് യു. നീ എന്താടി പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ചാടിയത്? ഓ,
ഇവളുടെ കൈ കൊണ്ട് നീ ചാവണ്ടെന്ന് കരുതി വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു ഞാനങ്ങ് പോയേക്കാവേ. അതെന്ത് വർത്താനാടി നാത്തൂനെ, നീ ഇല്ലാതെ ഞങ്ങൾക്കെന്ത് അല്ലടാ. അതെ അതെ, ഇവള് പറഞ്ഞ പിന്നെ മറ്റൊരു വാക്കില്ലല്ലോ. ഓ ബേബി, യു സോ ക്യൂട്ട്. എല്ലാം സഹിക്കാം, പക്ഷെ നിന്റെ ഈ ബേബി വിളി അൺബിലീവബിൾ. അക്കാര്യത്തിൽ പൊന്നുമോൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കിയിട്ട് ബേബിനെ വിളിച്ചോ. ഇൻ കേസ് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ബേബിനൊന്നും വിളിക്കില്ല. ഇറ്റ്സ് സൗണ്ട് ലൈക്ക് ക്രേസി. എടാ പുല്ലേ, നിനക്ക് ശരിക്കും കീർത്തിയെ വേണമെന്നുണ്ടോ? അവള് പിണങ്ങി പോയിട്ട് ഇന്നേക്ക് 7 days ആയി. ഞങ്ങളുടെ കോൾ പോലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എല്ലാം നീ കാരണം. അപ്പൊ തന്നെ പുറകെ പോയി ക്ലിയർ ചെയ്യാതെ മാണ് നോക്കി നിന്നിട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത്. ഇനി എല്ലാം കൂടെ എന്റെ നെഞ്ചിലേക്കിട്. അവള് നിന്നോട് സംസാരിക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി നിൽക്കാതെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യടാ പട്ടി. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിലും അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. എടി പാർവതി, ഇത് നീയും ഇവളും പിന്നെ അവളും ചേർന്നുണ്ടാക്കിയ പ്ലാൻ അല്ലേ? ആരവിനെ കാണാൻ പോവാനല്ലേ ഇതെല്ലാം കൂടെ ഒപ്പിക്കുന്നത്? സത്യം പറഞ്ഞു, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത കറക്റ്റ് ടൈമിൽ അവൾ എങ്ങനെ ഇവിടെ എത്തി? എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മോനെ ദാസപ്പ, എനിക്ക് അറിവിനെ കാണാൻ പോണെങ്കിൽ ഇതുപോലത്തെ ഡ്രാമയുടെ കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ പോവാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് കിട്ടിയ നല്ല ലോട്ടറി ആക്ടിവിറ്റി വെറുതെ കൊണ്ട് കളയിക്കണ്ടെന്ന് കരുതി ഓരോന്ന് പറഞ്ഞിരുമ്പോ കുരുട്ട് അല്ലേ? നിനക്ക് വേണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. അവക്ക് വേറെ നല്ല പയ്യന്മാരെ ഞങ്ങൾ മുൻകൈ എടുത്ത് സെറ്റാക്കും. ഫ്ലൈറ്റ് അല്ലേ, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തേക്കാം. അല്ലല്ല, ബുക്ക് ചെയ്ത് എന്താ പെട്ടെന്ന് ഇറങ്ങിക്കോ. വാഷ്റൂമിൽ പോയി. ഓക്കെ ദെൻ ബൈ. കീർത്തി, നീ ഇത് എവിടെ പോയതാ? ഞാനും അവളും നിന്നെ എത്ര വിളിച്ചു. കീർത്തി നിക്ക്. എടുത്ത് ചാടി ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോരായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്റെ ഗാർഡ്സ് ഒക്കെ എവിടെ? നിന്നെ കണ്ട് സംസാരിക്കാനാ ഞങ്ങൾ 3 ഇങ്ങോട്ട് വന്നത്. അവര് 2 പേരും വാഷ്റൂമിൽ പോയിക്കാ. ഇപ്പൊ വരും. എക്സ്ക്യൂസ് മീ, മേ ഐ നോ യു? വാട്ട്? കണ്ണടയും മാസ്ക് മാറ്റി ശരിക്കൊന്ന് നോക്ക്. നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? വായയിൽ വല്ലതും വെച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊക്കെ ഇറക്കിയിട്ട് മിണ്ടിയാ മതി. ലിസൺ, എന്റെ വായിലൊന്നുമില്ല. തനിക്കാളും ആളേതാവാനേ വഴിയുള്ളൂ. കീർത്തി, ദിസ് ഈസ് ടു മച്ച്. നിന്നോട് ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ അന്ന് കണ്ടതല്ല, ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗാ. അതിന് എന്നെ അറിയില്ലെന്ന് പോലെ സംസാരിക്കല്ലേ പ്ലീസ്. എടോ, അതിന് ഞാൻ താൻ പറയുന്ന കീർത്തി. ആഹാ, നീ ഇവിടെ സൊള്ളിക്കൊണ്ടിരിക്കണോ? നിന്നോട് അവിടേക്ക് വരാനല്ലേടാ ഞാൻ പറഞ്ഞത്. പിന്നിതാരോടാ നീ? കാവ്യ, നീ എന്താ ഇവിടെ? കീർത്തി, കീർത്തി നീയോ? അപ്പൊ ഇത്? ഹലോ മിസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, മൈസെൽഫ് കാർത്തിക്, ഈ സാധനത്തിന്റെ ട്വിന്നാ. വാട്ട്? യെസ്, കീർത്തിയെ ട്വിൻ ബ്രദറാ ഞാൻ, കാർത്തിക്. നിങ്ങൾ പരിചയപ്പെട്ടല്ലേ?
ഈ ഓട്ടച്ചട്ടിയിലാണോ ഞാൻ ഇത്ര നേരം വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നത്? സോറി, ഞാൻ കേൾപ്പിയാണെന്ന് വിചാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. എന്നോട് ഇത്രയും കാഷ്വലായിട്ട് സംസാരിക്കണമെങ്കിൽ അത് ഈ കുരിപ്പിന്റെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും അവനെ വഴിയുള്ളെന്ന് ഞാൻ അപ്പോഴേ ഓർത്തു. അല്ലാതെ എനിക്ക് ഫ്രണ്ട്സോ ഗ്യാങ്സോ ഒന്നുമില്ല. ഇതുവരെ ഇങ്ങനെ സാധനത്തെ പറ്റി നീ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് എപ്പോ പൊട്ടി മുളച്ചു? നിന്നെയും നിന്റെ ചേട്ടനെയും പോലെ ഞങ്ങൾ ഒരുപോലെ അമ്മയുടെ വയറ്റിന്ന് പുറത്തു വന്നതാ. ഓ ഷിറ്റ്. ഏതായാലും കൊള്ളാം. ചേച്ചി അനിയത്തി ഒരേപോലെ തന്നെയാണല്ലോ ചെക്കന്മാരെ കറക്കുന്നേ. വാട്ട്? അല്ല, ഇതുപോലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നല്ലോ ഭാരവും പാർവതിയും തമ്മിൽ. അത് പറഞ്ഞതാ. ഓ അങ്ങനെ. അത് ഇത് ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ മാഡം, തനിച്ചല്ല, ഈനാമ്പേച്ചി മരപ്പട്ടിയും കൂടെ ഉണ്ട്. പാറു, നീ എന്നോട് മിണ്ടണ്ട. എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഈവൻ എത്ര മെയിൽ അയച്ചു, ഒന്നിനും റിപ്ലൈ ഇല്ല. നോ വ്യൂസ്. സോറി ഡി, ഞാനത് പിന്നെ. Hey guys. കള്ളത്തെണ്ടി. അതെ, നോക്കി നിൽക്കാതെ വന്ന എല്ലാരും. സുഭാഷ്. ദാസപ്പ, all the best. നിനക്ക് അങ്ങനെ തന്നെ വേണം. എടാ, ഇത് വേണോ? ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? നിന്റെ ജീവിതം തലകീഴാക്കാൻ ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം മതി. ഐ നോ രാഹുൽ, ബട്ട് ഇത് ചെയ്തേ മതിയാവും. അവളെ ഇതിൽ കൂടുതൽ ലക്ഷ്മിപ്പിക്കുന്നത് ശരിയല്ല. യു നോ ദാറ്റ്. ഗേൾഫ്രണ്ടിനൊപ്പമുള്ള ഫോട്ടോ ഷെയർ ചെയ്ത് പ്രശസ്ത സിനിമാ താരം ആരവ് മെഹ്ത ഏങ്കറും മോഡലുമായ സ്നേഹമൊത്തുള്ള ഫോട്ടോ തന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് താരം. What? What's going on? ലവ് ഓഫ് മൈ ലൈഫ് എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച ചിത്രം ആരാധകർ ഇരു കൈയാലെ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. Kavya, what is this? എനിക്ക് തന്നെ അറിയില്ല ഇവൻ എന്തൊക്കെയാ പറയുന്നേ. ഹലോ ആരവ്, എന്താ എന്താ ഇതൊക്കെ? സ്നേഹ, അപ്പൊ ഞാനോ? നിന്റെ ലൈഫിലെ എന്റെ റോൾ എന്തായിരുന്നു അപ്പോ? പാർവതി, തന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കിപ്പോൾ ടൈമില്ല. ഇനി എന്നെ വിളിക്കരുത്. ഫ്രീ ആകുമ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ആരവ്